കേരളവർമ്മ കോളേജിനുള്ളിലെ വനിതാ ഹോസ്റ്റലിലാണ് മാംസാഹാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോസ്റ്റലിൽ പാകം ചെയ്യാൻ നേരത്തെ അനുവദിച്ചിരുന്നില്ലെങ്കിലും പുറത്തുനിന്ന് എത്തിക്കുന്ന മാംസാഹാരം കഴിക്കാൻ വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ടായിരുന്നു. കോളേജിനുള്ളിലെ വിഗ്രഹം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മാംസാഹാര വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കോളേജിന് പുറത്തുള്ള ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മാംസാഹാരത്തിന് വിലക്കില്ല. ഇവിടെ പപ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട്, പക്ഷേ നോൺ വെജ് ഐറ്റംസ് കൊണ്ടുവരാറില്ല. നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വെജ് തന്നെയാണ് കൊണ്ടുവരാറ്. വിദ്യാർത്ഥികൾക്കിടയിൽ നോൺ വെജ് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ നോൺ വെജ് ഇതിൻ്റെ ഉള്ളിൽ പാചകം ചെയ്യാൻ പാടില്ല എന്ന പേര് പറഞ്ഞിട്ട് കൊണ്ടുവരാറില്ല. മെൻസ് ഹോസ്റ്റലിലാണെങ്കിലും നോൺ വെജ് ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് നോൺ വെജ് ഐറ്റംസ് കയറ്റാറില്ല. 3:30 കോളേജ് വിട്ടാൽ 4 മണിക്ക് തന്നെ ഹോസ്റ്റലിൽ കയറണം. നേരത്തെ 6 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ പ്രവേശനം അനുവദിച്ചിരുന്നു. വനിതാ ഹോസ്റ്റലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കനത്ത പിഴയാണ് അധികൃതർ ഈടാക്കുക. അപ്പോൾ 4 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾ ഹോസ്റ്റലിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല. അതുമാത്രമല്ല, ഇവിടെ ഫോൺ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ പഠിപ്പിനും പല ആവശ്യങ്ങൾക്കും വേണ്ടി ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഫോൺ മോശം ഇതിൽ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടാണ് ഇവിടെ ഫോൺ ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കാത്തത്. ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 350 രൂപ, ഫോൺ മേടിച്ചുകൊണ്ട് പോയിട്ട് 350 രൂപ ഫൈനാണ് നമ്മുടെ നിന്ന് ഈടാക്കുന്നത്. അത് ചാർജർ, ഇയർഫോൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ പിന്നെയും പൈസ കൂട്ടി മേടിക്കുകയാണ് അവർ. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഫുഡിന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിവിടെ നിലനിൽക്കുന്നുണ്ട്. ഹോസ്റ്റലിനകത്തെ സുരക്ഷാ കാര്യങ്ങളിലും അധികൃതർക്ക് നിസ്സംഗ സമീപനമാണ് ഉള്ളതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിന് മാറ്റം വരണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഹോസ്റ്റലിന് മുന്നിൽ സമരം ആരംഭിച്ചു. SFIയുടെ പിന്തുണയോടെയാണ് സമരം. സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.